ഇവർ 3 പേരും ഒന്നും ഹോസ്പിറ്റലിൻ്റെ കാര്യമൊന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു കസേര എന്തോ എടുത്തിട്ട് അതിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാൻ പൊക്കിയിട്ട് റോഡ് സൈഡ് അയാളെ വണ്ടി ഉണ്ടായി, അയാളുടെ വണ്ടി തന്നെ കൊണ്ടുപോയത്, അയാളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇയാൾ പറയുന്നുണ്ട്, മോളെ കരയല്ലേ, അങ്കിളില്ലേ കരയല്ലേന്ന്. തിരിച്ച് ഒന്നും ഞാൻ മിണ്ടിയില്ല, എന്നാൽ അത് വേദനയായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കാഷ്വാലിറ്റി എവിടെ അകത്ത് കയറി ഉടനെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നവരെ എന്നെ ഉപദ്രവിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അയാളുടെ കയ്യിലുണ്ടാവും, ഒന്ന് മേടിച്ച് തരണം, അല്ല എൻ്റെ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞപ്പോൾ ഫോൺ മേടിക്കാൻ ഡോക്ടർ പോയി. ഡോക്ടർ മേടിച്ചപ്പോൾ ആണെന്ന് തോന്നുന്നു, അതിൽ പിന്നെ ആളെ കണ്ടിട്ടില്ല അവിടെ, അയാൾ എന്നെ അവിടെ ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുക്കത്തുനിന്ന് പോലീസ് വരുന്നത്. പോലീസ് വന്നു കഴിഞ്ഞിട്ട് ആരും ഇല്ലാത്ത കാരണം നോക്കില്ല എന്നുള്ള ഇതിലായിരുന്നു. ആരെങ്കിലും പെട്ടെന്ന് വിളിക്കാൻ പറ്റുമോ അറിയുന്ന എങ്കിലേ നമ്മൾ നോക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നോട്. പെട്ടെന്ന് വിളിക്കാൻ പറ്റും ആരുമില്ല, എൻ്റെ കൂടെയുള്ള അറിയുന്നവരെല്ലാം പോയിരിക്കുക. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് വരാൻ പുലർച്ചെയാവും എന്തായാലും എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നിട്ട് പോലീസ് എന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക, അവിടെ നിന്ന് നോക്കുമായിരിക്കും, ആ ഒരു ഇതിലും അങ്ങോട്ട് മാറ്റി. അവിടെ മാറ്റിയിട്ട് ഇത് തന്നെ അവസ്ഥ, എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു, പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല, അവിടെ കിടന്നിട്ട് ഇവിടെയാണല്ലോ വേദന. അത് വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് തീർന്ന് ഓഫായിപ്പോയി, ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ രാവിലെ ആയപ്പോൾ അച്ഛൻ വന്നില്ല, അമ്മാവനും അമ്മയും അച്ചച്ചനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്നത്, CT സ്കാൻ എടുക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് 5 ദിവസം ICUവിൽ കിടന്നു, പിന്നെ 2 ദിവസം ഒരു വാർഡിൽ ICUവിൻ്റെ എന്തോ വാർഡിൽ കിടന്നു, പിന്നെ എന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്.